മകളെ റാത്തല്ല എന്താ പറയുക, ഈ സൈഡ് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുമ്പോൾ ആ പത വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാം. കാരണം എന്താ പറയുക, അതിൻ്റെ അടി ഫില്ലായി എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആ സംഭവം കേട്ടോ. ശരിക്ക് അതിൻ്റെ അടി ഫില്ലായിക്കണ്. അപ്പോൾ ആ ഭാഗം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഭാഗം ഏകദേശം ഫില്ലായിക്കണം. പക്ഷെ എന്നാലും ആ സൈഡിൽ നിന്ന് കണ്ട് എന്തുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് എല്ലാം സെറ്റ് ആയിക്കണം. ഒരു കൈക്കോട്ട് എടുക്കുക, നിരത്തി വിടുക, ഒന്നിങ്ങനെ മേലത്തെ സാധനം മാത്രം പഠിച്ചു കൊടുക്കുക. നല്ല സെറ്റായിരുന്നു. കാരണം അത്രയും ക്വാളിറ്റിയുള്ള പൊടിയാണ്. പൊടിയുള്ള പൊടിയാകുമ്പോൾ ചാറിൽ ചാറിയാൽ തന്നെ എന്ത് ചെയ്യും, ജസ്റ്റ് നനച്ചിട്ടാണ്ട് പോയാൽ തന്നെ ബാങ്ക് സെറ്റാവും. നല്ല കരിമ്പാറമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം എന്ത് ചെയ്യുക, ഇത് വെള്ളം നന്നാക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അതേപോലെ പത പൊന്തി മേലൊക്കെ എത്തിട്ടോ, പത അതേപോലെ എത്തും. അതിൽ വന്നിട്ട് നിർത്താൻ പാടുള്ളൂ വെള്ളം. ഓക്കെ, നമ്മളിങ്ങനെ നല്ല മണ്ണടക്കം അടിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ എന്ത് ചെയ്യുക, എംസാൻഡ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പരമാവധി. അപ്പോൾ എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സായി കഴിഞ്ഞാൽ നല്ല നാക്കിലാണ്ട് പണി വൃത്തിയായി കിട്ടും, നല്ല സെറ്റാവും. പിന്നെ നമ്മൾ ഈ തരിപ്പിക്കുമ്പോൾ ഒരിക്കലും കാലിന് ശരിക്കൂടെ കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഈ മണ്ണ് നമ്മളെപ്പോഴെങ്കിലുമാണ് എന്ത് ചെയ്യുള്ളൂ, ശരീരത്തിൽ മണ്ണ് ഇതേപോലെ നല്ല നാക്കിൽ കിട്ടുള്ളൂ. നമ്മൾ പഴയ കാലത്തെ കുട്ടിക്കാലത്തൊക്കെ തീട്ടത്തിലും മൂത്രത്തിലൊക്കെ റോട്ടുമലൊക്കെ കളിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി മക്കളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, ഇതിൽ ചവിട്ടി നടക്കാൻ പാടില്ല. അവരോട് അതിന് പണി. ഞാൻ എൻ്റെ കുട്ടികളോട് ചെരുപ്പ് പിടിച്ചില്ല. ചെരുപ്പ് പിടിച്ചാൽ എന്ത് ചെയ്യുക, ചവിട്ടി നടക്കാൻ പാടില്ല. അപ്പോൾ എന്താവും, ഒരു ഇതുണ്ടാവും, ശരീരത്തിനൊരു സെറ്റപ്പ് ഉണ്ടാവും.